പോകുന്ന നിങ്ങളോട് ഇതിന്റെ വിശദീകരണം ആവശ്യമില്ല. ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ആണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത്. 315 അംഗ കൗൺസിൽ അംഗങ്ങളുടെ പട്ടികയാണ് ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയും നിയമാവലിയും അതുപോലെ തന്നെ കാലങ്ങളായി നാം പിന്തുടർന്നു വരുന്ന കീഴ്വഴക്കങ്ങളെയും മാനിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് നടപടിക്രമം നാം നടത്തിവരുന്നത്. നിയമാവലി പറയുന്നത് ആദ്യം ഈ സഭയിൽ നിന്നും ഒരു പ്രസിഡന്റിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പ്രസിഡന്റ് നമ്മുടെ കീഴ്വഴക്കം അനുസരിച്ച് പ്രസിഡന്റ് സമർപ്പിക്കുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ പ്രവർത്തക സമിതിയുടെ പാനൽ ലിസ്റ്റ് അത് സഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അംഗീകാരം സഭ നൽകിക്കഴിഞ്ഞാൽ ആ സമിതിയിൽ നിന്നും പ്രവർത്തക സമിതിയിൽ നിന്നും ജനറൽ സെക്രട്ടറിയെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യേണ്ടതും മറ്റു ഭാരവാഹികളെ സഭയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് തെരഞ്ഞെടുത്ത് പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ രീതി. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നയാളുടെ പേര് നിർദ്ദേശിച്ചാൽ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ആ അംഗത്തിന് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ മറ്റൊരംഗം പിന്താങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി. ഈ തരത്തിൽ എത്ര എണ്ണം പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ വേണമെങ്കിലും നിർദ്ദേശിക്കാവുന്നതാണ്. ഒന്നിലധികം സ്ഥാനാർത്ഥികൾ സഭയിൽ നിന്നും സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കണം, മറ്റൊരാൾ അതിനെ പിന്താങ്ങണം. കുഞ്ഞിരാമനാഥൻ ആകാശം കെ വി ഒരു സ്ഥാനാർത്ഥിയായിക്കൊണ്ട് പിന്താങ്ങി ഇനി മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയുടെ പേര് ഈ സഭയ്ക്ക് നിർദ്ദേശിക്കാനുണ്ടെങ്കിലാണ് സഭയുടെ വികാരം ഞങ്ങൾ മനസ്സിലാക്കുന്നു. എങ്കിലും ഒരു കൃത്യതയ്ക്ക് വേണ്ടി 5 വരെ ഞാൻ എണ്ണുന്ന സമയം നൽകുന്നു. 1, 2, 3, 4, 5. ശ്രീ ബാലകൃഷ്ണൻ കെ വി നിർദ്ദേശിക്കുകയും കുഞ്ഞിരാമൻ പിന്താങ്ങുകയും ചെയ്യുക. കെ അഹമ്മദ് ഷെരീഫിനെ 2024-26 കാലയളവിലേക്കുള്ള കാസർഗോഡ് ജില്ലയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കുന്നു. ഈ സഭയുടെ അംഗീകാരം നൽകുന്നതിനായി നല്ലൊരു കയ്യടി നൽകുന്നത് പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്.
അല്ലാതെ കൂടി കിട്ടോ അമ്പലത്തറ യൂണിറ്റിന്റെ ഭാരവാഹികൾ, തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ ഭാരവാഹികൾ കുറിച്ചത്